ശബരിമലയുടെ പേരെടുത്ത് പറഞ്ഞ തമിഴ്നാട്ടിലും കർണാടകത്തിലും വോട്ട് ചോദിച്ച് പ്രധാനമന്ത്രി. ഇന്നലെ കോഴിക്കോട് എത്തിയപ്പോൾ ശബരിമലയുടെ പേര് പറയാതിരുന്ന പ്രധാനമന്ത്രി ഇന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും പേര് എടുത്തു പറഞ്ഞ് വിമർശിച്ചു. കേരളത്തിൽ വിശ്വാസം സംരക്ഷിക്കാൻ പ്രവർത്തിച്ച സ്ഥാനാർത്ഥിയെ തന്നെ ജയിലിൽ അടച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശബരിമലയെക്കുറിച്ച് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള ന്യൂസ് 18 പറഞ്ഞു. In Kerala, Congress, Communist and Muslim League are playing a dangerous game regarding the Sabarimala temple. They are using brute force to strike at the root of faith and expression. Sadly for them, till BJP is there, no one will be able to destroy our faith and culture. ഇന്നലെ കോഴിക്കോട്ട് വന്ന് ശബരിമല എന്ന് വാക്ക് പറയാതിരുന്ന പ്രധാനമന്ത്രി ഇന്ന് രാവിലെ രാമനാഥപുരത്തെത്തിയപ്പോൾ പേര് തന്നെ എടുത്തു പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും ഒപ്പം മുസ്ലിം ലീഗിനെയും ശത്രുപക്ഷത്തു നിർത്തിയായിരുന്നു പ്രസംഗം. ഉച്ചയ്ക്ക് ശേഷം കർണാടകയിലെ മംഗലാപുരത്തെത്തിയപ്പോൾ ഒന്നുകൂടി കടുപ്പിച്ചു. വിശ്വാസം സംരക്ഷിക്കാൻ പോരാടിയ സ്ഥാനാർത്ഥിയെ കേരളത്തിൽ ജയിലിൽ പിടിച്ചിട്ടു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. सबरीमाला बोलने पर आप पर मुकदमा चलता है, जेल में ठूस दिया जाता है. मैं कल जिस क्षेत्र में गया था वहां के कैंडिडेट को 15 दिन तक जेल में बंद किया. कल कोर्ट ने उसको जमानत दी, तब आया वो. ശബരിമല മുഖ്യ വിഷയമാക്കാൻ BJP തീരുമാനിച്ചതിന്റെ തെളിവായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഇന്നലെ കോഴിക്കോട്ടെ യോഗത്തിൽ ശബരിമല ഉന്നയിച്ച PS ശ്രീധരൻപിള്ള ഇന്ന് ഒരു പടി കൂടി കടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ന്യൂസ് 18 വരികൾക്കിടയിൽ അഭിമുഖത്തിൽ ശ്രീധരൻപിള്ള. ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കുമെന്നും ശബരിമലയിൽ ഉള്ള സങ്കല്പങ്ങളെ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ നിലനിൽക്കുമെന്നും ഞങ്ങൾക്കെതിരായിട്ടാണ് അതിക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഈ ഗവൺമെൻറ് നിലപാട് നിരീശ്വരവാദികളാണെന്നും ഉറപ്പിച്ച് ഞാൻ പറയുക, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ചെയ്യുന്ന നടപടി മുഴുവൻ തെറ്റാണ്. ശബരിമല കർമ്മസമിതി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രചാരണത്തിനൊപ്പം സ്ഥാനാർത്ഥികളും ഇനി നേരിട്ട് ശബരിമല ഉന്നയിച്ച് വോട്ട് ചോദിക്കാനാണ് തീരുമാനം. എന്ത് നടപടിയെടുത്താലും അയ്യന്റെ പേര് പറഞ്ഞ് പ്രചാരണം നടത്തുമെന്ന് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പ്രഖ്യാപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ എന്തൊക്കെ പറഞ്ഞാലും ശബരിമല തന്നെയായിരിക്കും BJPയുടെ മുഖ്യ പ്രചരണ വിഷയമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് BJP. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ശബരിമല എന്ന തുറുപ്പ് ചീട്ട് BJP പുറത്തെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ നേരിട്ട് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ നീക്കമെന്നതിനാൽ വലിയൊരു നിയമയുദ്ധത്തിനും ഇത് വഴിവെച്ചേക്കാം. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 18. ശബരിമല വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. പരിധി ലംഘിച്ചാൽ കമ്മീഷൻ നടപടിയെടുക്കും. ചിലർ ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എല്ലാവർക്കും അറിയാമെന്നും ടിക്കാറാം മീണ ന്യൂസ് 18 പറഞ്ഞു. ഈ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് അത് അപരാധമാണ്. ദാറ്റ് ഈസ് എ വയലേഷൻ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ പിറ്റേന്ന് ഇത് പറഞ്ഞതു മുതൽ ടിക്കാറാം മീണ വിമർശന ശരങ്ങൾക്ക് നടുവിലാണ്. മീണയോടുള്ള വെല്ലുവിളി ഓരോ ദിവസവും BJP കടുപ്പിക്കുമ്പോൾ ഒട്ടുമയ്യാൻ തിരഞ്ഞെടുപ്പ് ഓഫീസർ തയ്യാറല്ല. തിരഞ്ഞെടുപ്പ് ഓഫീസർ സർക്കാർ അനുകൂല രാഷ്ട്രീയം കളിക്കുന്നുവെന്ന BJP ആരോപണത്തിന്റെ മറുപടി ഇങ്ങനെ: ഞാൻ മാതൃക പെരുമാറ്റച്ചട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് മതത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ, പള്ളിയും മോസ്കും അതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാനോ വോട്ടർമാരെ സ്വാധീനിക്കാനോ അപ്പീൽ ചെയ്യാനോ അവരുടെ വികാരങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട് സാമൂഹ്യ സൗഹാർദ്ദം കൂടുതൽ വഷളാക്കാനും ക്രമസമാധാനവും ഉണ്ടാക്കാൻ പാടില്ല. ശബരിമല എന്നല്ല ഏതു വിഷയവും തിരഞ്ഞെടുപ്പിൽ പറയാം. പക്ഷേ അതിനൊരു ലക്ഷ്മണരേഖയുണ്ട്. അത് മറികടന്നാൽ ചട്ടലംഘനമായി കണ്ട നടപടി സ്വീകരിക്കും. മതവും ജാതിയും പറഞ്ഞ് വോട്ടഭ്യർത്ഥിക്കാൻ അനുവദിക്കില്ല. മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന കേരളത്തിൽ അടുത്ത കാലത്താണ് രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തുന്ന പതിവുണ്ടായെന്നും ടിക്കാറാം മീണ പറഞ്ഞു. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. ശബരിമല തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാനുള്ള BJPയുടെ നീക്കത്തെ വിമർശിച്ച് കോൺഗ്രസും CPM-ഉം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് ഭയപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നതെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ ആരോപിച്ചു. ശബരിമല വിഷയത്തിൽ BJP അപഹാസ്യരാവുകയാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ആചാരം സംരക്ഷിക്കാൻ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഇതുവരെ ഓർഡിനൻസ് കൊണ്ടുവന്നില്ല എന്ന് A. K. ആന്റണി ചോദിച്ചു.
രാജ്യത്തെ ജനങ്ങളുടെ മേലെ തങ്ങൾക്ക് കേന്ദ്രത്തിൽ അധികാരമുണ്ട്, ഒരു പ്രധാനമന്ത്രി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതിന്റെ പേരിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ, പാവപ്പെട്ട മനുഷ്യർക്ക് നേരെ, നിയമ സംവിധാനത്തിന് നേരെ, നമ്മുടെ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ ഇന്ന് വരെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഒരു ഭരണഘടനാ സ്ഥാപനത്തെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ. ആ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അത് അംഗീകരിക്കോ? നാട് അംഗീകരിക്കോ? ആ പെശക്കെ തിരുത്തു. അവരുടെ നിലപാടിൽ അവർ അപഹാസ്യരാകുക. അന്ന് അവിടെ അക്രമം കാണിച്ചതും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതും ഒക്കെ പിന്നെ എന്തിന് എന്ന് വിശ്വാസികൾ ചോദിക്കും. ഇങ്ങനെ ഒരു മാർഗമുണ്ടായിരുന്നേ അത് ചെയ്താൽ പോരാഞ്ഞോ? പ്രധാനമന്ത്രിക്ക് ആത്മാർത്ഥതയുടെ കണികയുണ്ടായിരുന്നെങ്കിൽ, BJPക്ക് ആത്മാർത്ഥതയുടെ കണികയുണ്ടായിരുന്നെങ്കിൽ ഈ കേസ് സുപ്രീം കോടതി വന്നപ്പോൾ തന്നെ കേരള ഗവൺമെന്റിന്റെ നിലപാടിന് വിരുദ്ധമായി കേന്ദ്രത്തിന് കേരള ഗവൺമെന്റ് നിലപാടിന് യോജിപ്പില്ല, നൂറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പ്രശ്നമാണ് അതിൻ്റെ. അതുകൊണ്ട് ഞങ്ങൾ കേരള ഗവൺമെന്റ് നിലപാടിനെ എതിർക്കുന്നു. ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ് എന്നോട് പറയരുതല്ലേ, പറഞ്ഞിട്ടുണ്ടോ? ശബരിമല കർമ്മസമിതിക്കെതിരെ LDF നാമജപ പ്രതിഷേധവും പോസ്റ്റർ പ്രചരണവും നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് ആരോപണം. രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ലെന്നും ചട്ടങ്ങൾ ബാധകമല്ല എന്നുമാണ് കർമ്മസമിതിയുടെ നിലപാട്. മണ്ഡലമേതായാലും മണ്ഡലകാലം മറക്കരുതെന്ന പ്രചരണവുമായി ശബരിമല കർമ്മസമിതി മുന്നോട്ട് പോവുകയാണ്. ശബരിമല സമരകാലത്തെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പോസ്റ്ററുകളാണ് സംസ്ഥാനത്ത് ഉടനീളം പ്രചരിപ്പിക്കുന്നത്. നാമജപ പ്രതിഷേധവും കർമ്മസമിതി ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ നീക്കങ്ങൾ BJPയെ സഹായിക്കാനാണെന്നാണ് LDFന്റെ ആരോപണം. ശബരിമല കർമ്മസമിതിയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഈ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുകയാണ്. ശബരിമല കർമ്മസമിതിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലെന്നാണ് ഇതിന് മറുപടി. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ശബരിമല കർമ്മസമിതിക്ക് ബാധകമല്ല. വ്യക്തമായ ദുരുദ്ദേശത്തോടുകൂടി ഒരു സമൂഹത്തെ അവഹേളിക്കാൻ വേണ്ടി ഈ മാർക്സിസ്റ്റ് ഭരണകൂടം പരിശ്രമിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധ്യമല്ല. അതിനെ കുറിച്ചുള്ള അവബോധം വ്യക്തമായി സമാജത്തിൽ വളർത്തുന്നതിന് നിരന്തരമായ കർമ്മ പരിപാടികൾ ആവശ്യമാണ്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്കെതിരെ പുതിയ ആരോപണവുമായി BJP രംഗത്തു വന്നു. പൊതുജനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിച്ച് പ്രദർശിപ്പിച്ച പോസ്റ്ററുകളിൽ ടിക്കാറാം മീണയുടെ ചിത്രം ഉൾപ്പെടുത്തിയതിന് എതിരെയാണ് പരാതി. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നാണ് BJPയുടെ ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച പ്രിയങ്ക ഗാന്ധി ഹൈക്കമാൻഡിനെയാണ് നിലപാട് അറിയിച്ചത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ അന്തിമ തീരുമാനം ഉടനുണ്ടാവും. ഉത്തർപ്രദേശിൽ മുന്നേറ്റമുണ്ടാക്കാൻ സജീവ രാഷ്ട്രീയത്തിലിറങ്ങിയ പ്രിയങ്ക ഗാന്ധി രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടത്തിനിറങ്ങുമോ എന്ന ആകാംക്ഷയിലാണ് കോൺഗ്രസ്. മത്സരിക്കാനില്ലെന്നായിരുന്നു ആദ്യം പ്രിയങ്ക പറഞ്ഞത്. വാരാണസിയിൽ മോഡിക്കെതിരെ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രിയങ്ക തന്നെ പിന്നീട് സജീവമാക്കി. ഒടുവിൽ മത്സരിക്കാനുള്ള സന്നദ്ധത പ്രിയങ്ക ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് വിവരം. ഇനി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ്. പ്രിയങ്കയുടെ മനംമാറ്റത്തിന് പിന്നിൽ മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥയെന്നാണ് സൂചന. ഉത്തർപ്രദേശിൽ BJP വിരുദ്ധ കാറ്റ് ശക്തി പ്രാപിക്കുന്നതായാണ് കോൺഗ്രസ് വിലയിരുത്തൽ. രാഹുൽ അമേത്തിയിൽ നിന്ന് വയനാട്ടിലേക്ക് ഒളിച്ചോടിയെന്ന BJP പ്രചാരണത്തിന് മോഡിയുടെ കോട്ടയിലെ പ്രിയങ്കയുടെ പോരാട്ടത്തിലൂടെ തടയിടുകയും ചെയ്യാം. ശക്തമായ മത്സരം നടത്തി പരാജയപ്പെട്ടാലും ഭാവി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി പ്രിയങ്കയെ ഉയർത്തിക്കാണിക്കാനും കോൺഗ്രസിനാകും. പ്രിയങ്ക സ്ഥാനാർത്ഥിയായാൽ മഹാസഖ്യം പിന്തുണ പ്രഖ്യാപിച്ചേക്കും. ഇതോടെ മോഡിയെ മണ്ഡലത്തിൽ തളച്ചിടാനാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. പ്രിയങ്ക എവിടെ മത്സരിച്ചാലും അത് ബാധിക്കില്ലെന്നാണ് BJPയുടെ ആദ്യ പ്രതികരണം. कहां से लड़ें ये उनको तय करना है. भारतीय जनता पार्टी जब चुनाव के मैदान में जाती है तो ये सोच के नहीं जाती कि हमारे सामने कौन लड़ने वाला है. ന്യൂസ് 18 ഡൽഹി. ശശി തരൂരിന്റെ പരാതി പരിഹരിക്കാൻ AICCയുടെ ഇടപെടൽ. മണ്ഡലത്തിലെ പ്രവർത്തനം പരിശോധിക്കാൻ നിരീക്ഷകനായി നാനാ പട്ടോളയെ നിയമിച്ചു. ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് പങ്കെടുക്കുന്ന അവലോകന യോഗവും നാളെ ചേരും. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരസ്യമാക്കിയതിന്റെ പേരിൽ ശശി തരൂരിന്റെ ഓഫീസിനും നേതൃത്വം താക്കീത് നൽകി. ശശി തരൂരിന്റെ പരാതിയെ അതീവ ഗൗരവമായി AICC നേതൃത്വം ഏറ്റെടുത്തതിന്റെ തെളിവാണ് ഇന്നത്തെ നീക്കങ്ങൾ. തിരുവനന്തപുരം മണ്ഡലത്തിന് വേണ്ടി മാത്രമായി നിരീക്ഷകനെ നിയമിക്കാനാണ് തീരുമാനം. കർഷക കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളയ്ക്കാണ് ചുമതല. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് നാളെ ചേരുന്ന മണ്ഡലം അവലോകന യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ പ്രധാന ചുമതലക്കാരെല്ലാം യോഗത്തിലെത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രശ്നവുമില്ല. ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന്
വർദ്ധിത ഭൂരിപക്ഷത്തോടുത്ത ലോക്സഭയിലേക്ക് പോകുന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. തിരിച്ചടി ഉണ്ടായാൽ നേതാക്കൾ ഹൈക്കമാൻഡിന് മറുപടി നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പും മുല്ലപ്പള്ളി നൽകി. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കൾ പ്രവർത്തന പുരോഗതി നേരിട്ട് വിലയിരുത്തും. മാറി നിന്ന പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടുത്തി പ്രചരണ കമ്മിറ്റികൾ വിപുലീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ള പ്രശ്നങ്ങൾ പരസ്യമാക്കിയതിന്റെ പേരിൽ ശശി തരൂരിന്റെ ഓഫീസിനും താക്കീത് നൽകി. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. MK രാഘവനെതിരായ ഒളി ക്യാമറ കേസിൽ അന്വേഷണ സംഘം ചാനൽ അധികൃതരുടെ മൊഴിയെടുത്തു. ഡൽഹിയിലെ ചാനൽ ഓഫീസിലെത്തി ദൃശ്യങ്ങളുടെ മുഴുവൻ ടേപ്പും അന്വേഷണ സംഘം ശേഖരിച്ചു. ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനം. കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ പി വാഹിദിന്റെ നേതൃത്വത്തിലുള്ള സംഘം നോയിഡയിലെ ചാനൽ ഓഫീസിലെത്തിയാണ് മൊഴിയെടുത്തത്. പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ മുഴുവൻ ടേപ്പും അന്വേഷണ സംഘം ശേഖരിച്ചു. ആവശ്യമായ വിവരങ്ങൾ ചാനൽ അധികൃതരിൽ നിന്ന് ലഭിച്ചതായി പോലീസ് അറിയിച്ചു. ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഇതിന്റെ ഫലം വരും മുമ്പേ തന്നെ പ്രാഥമിക റിപ്പോർട്ട് പോലീസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുമെന്നാണ് വിവരം. പുറത്തുവന്ന ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതാണെന്നും ശബ്ദം അനുകരിച്ചതാണെന്നുമായിരുന്നു MK രാഘവന്റെ ആരോപണം. ഇതേ തുടർന്നാണ് ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ചാനൽ സംഘം കണ്ടിരുന്നുവെന്നും ഇതിനിടെ തിരഞ്ഞെടുപ്പും ചർച്ചയായിരുന്നുവെന്നും MK രാഘവൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. പരസ്യം നൽകിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടം ലംഘിച്ചുവെന്ന P. ശ്രീധരൻപിള്ള. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരസ്യം നൽകിയതിൽ CPM മുഖപത്രമായ ദേശാഭിമാനിയുമുണ്ട്. പാർട്ടി പത്രത്തിന് പരസ്യം നൽകരുത് എന്ന ചട്ടമാണ് കമ്മീഷൻ ലംഘിച്ചത്. ഇത് വിവേചനപരമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. സുപ്രീംകോടതി വിധി പ്രകാരം എല്ലാവർക്കും ഡയറക്ഷൻ തന്നിരിക്കുന്നു. 3 ചാനലിൽ കൊടുക്കണം. അപ്പം നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ നല്ല സ്വാധീനമുള്ള ചാനലല്ലേ, ഇവരെങ്ങനെ നിശ്ചയിക്കുക ഇന്ന ചാനലിൽ ഇന്ന പത്രത്തിന് കൊടുക്കണം, ഇപ്പോൾ ദേശാഭിമാനിക്ക് കൊടുക്കണം, എങ്ങനെ കൈരളി ചാനലിന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി അവർ 3 എണ്ണം പറയുന്നത്? ഇവിടെ ഭരണ സംവിധാനത്തിന് അറിഞ്ഞോ അറിയാതെയോ ആരൊക്കെയോ, ഞാൻ പേരെടുത്ത് വ്യക്തിപരമായിട്ട് പറയുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ അപകടമാണ്. ശ്രീധരൻപിള്ളയുമായുള്ള വരികൾക്കിടയിൽ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം നാളെ രാവിലെ 9-നും രാത്രി 9-നും കാണാം. വയനാട്ടിലെ സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണിയെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് ഗൺമാനെ അനുവദിച്ചു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെടുന്ന മാവോയിസ്റ്റ് പോസ്റ്ററുകൾ ഇന്നും വയനാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രധാനമന്ത്രിക്കെതിരെ പോസ്റ്റർ പ്രചരണം നടത്തിയ കർഷക കൂട്ടായ്മയ്ക്കെതിരെ കേസ്. പ്രധാനമന്ത്രി എത്തുന്ന ദിവസം പോസ്റ്റർ പതിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാനെത്തിയ 5 കിസാൻ മഹാസംഘ് പ്രവർത്തകരെ കോഴിക്കോട്ട് കസബ പോലീസ് 12 മണിക്കൂർ കരുതൽ തടങ്കിൽ വെച്ചു. കർഷകരെ വഞ്ചിച്ച പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചതിന് കള്ളക്കേസിൽ കുടുക്കിയെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ബാബു പോളിന് വിട. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ D. ബാബു പോളിന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. തിരുവനന്തപുരത്ത് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. ഏറെക്കാലം ബാബു പോളിന്റെ പ്രവർത്തന മേഖലയായിരുന്ന തലസ്ഥാന നഗരിയിൽ സുഹൃത്തുക്കളും സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. നാളെ രാവിലെ ജന്മനാടായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം വൈകിട്ട് 4-ന് കുറുപ്പുംപടിയിൽ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ സംസ്കരിക്കും. അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി 2000-ൽ വിരമിച്ച ബാബു പോൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെയെല്ലാം ചുമതല വഹിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രൊജക്ട് ഓഫീസറും അദ്ദേഹമായിരുന്നു. ബഹുമുഖ പ്രതിഭയായിരുന്നു ബാബു പോൾ. അദ്ദേഹമാണ് കേരളത്തിലെ ടൂറിസത്തിന് ഒരു പുതിയ മുദ്രാവാക്യം നൽകിയതിന് മുമ്പിൽ നിന്ന്. 1984 മുതൽ 88 വരെ ബാബു പോൾ പോർട്ട് ട്രസ്റ്റ് ചെയർമാനായിരുന്ന കാലത്താണ് മേജർ തുറമുഖമെന്ന നിലയിലുള്ള കൊച്ചിയുടെ വളർച്ച സാധ്യമായത്. കേരള സർവകലാശാല വൈസ് ചാൻസലറായി സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് നിരവധി മാറ്റങ്ങളാണ് ബാബു പോൾ കൊണ്ടുവന്നത്. സത്യം തുറന്നു പറയാൻ ഒരിക്കലും മടിക്കാത്ത ഒരു IAS ഉദ്യോഗസ്ഥൻ, നല്ല ഗുരുവായിരുന്നു, എൻ്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വളരെ വളരെ ദുഃഖമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊട്ടാരക്കര വെട്ടിക്കവലയിൽ പട്ടാപ്പകൽ ഗർഭിണിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. വീടുകൾ കയറി കമ്പിളി വിൽക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശി നൂർ മുഹമ്മദാണ് അറസ്റ്റിലായത്. അവശനിലയിലായ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. വീടുകൾ തോറും കയറി കമ്പിളി വിൽക്കുന്ന ഇതര സംസ്ഥാന സംഘത്തിലൊരാളാണ് ഗർഭിണിയെ ആക്രമിച്ചത്. കമ്പിളി വേണ്ട എന്നറിയിച്ച ശേഷം യുവതി വീടിനുള്ളിലേക്ക് കയറി. പിന്തുടർന്ന് അകത്തേറിയ പ്രതി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ബഹളം കെട്ടെത്തിയ നാട്ടുകാർ പ്രതിയെ പിടികൂടി.
കൊട്ടാരക്കര പോലീസെത്തി ഉത്തർപ്രദേശ് സ്വദേശി നൂർ മുഹമ്മദിനെ കസ്റ്റഡിയിലെടുത്തു. നൂർ മുഹമ്മദിനൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. ആക്രമണത്തെ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ ജീവനക്കാർക്കും പങ്ക്. സ്വർണം കടത്തിയ സംഭവത്തിൽ 3 വിമാനത്താവള ജീവനക്കാരടക്കം 6 പേരെ DRI അറസ്റ്റ് ചെയ്തു. എയർ ഇന്ത്യ സ്റ്റാറ്റ്സ് ജീവനക്കാരനായ മുഹമ്മദ് ഷിനാസ്, റോണി ഫൈസൽ എന്നിവരെയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഏജൻസി ജീവനക്കാരായ നബീൽ, മെബിൻ ജോസഫ് എന്നിവരെയുമാണ് പിടികൂടിയത്. ഇടനിലക്കാരനായ ഉഫൈസിനെയും DRI അറസ്റ്റ് ചെയ്തു. വിദേശത്തു നിന്നും വരുന്ന യാത്രക്കാരിൽ നിന്നും സ്വർണം വാങ്ങി കസ്റ്റംസ് ക്ലിയറൻസ് ഇല്ലാതെ പുറത്തെത്തിച്ച് നൽകുകയായിരുന്നു ഇവരുടെ ഇടപാട്. റഫാൽ ഇടപാടിന് പിന്നാലെ അനിൽ അംബാനിയുടെ കമ്പനിക്ക് ആശ്വാസമായി ഫ്രഞ്ച് സർക്കാരിന്റെ വക കോടികളുടെ നികുതി ഇളവ്. 10,250 കോടി രൂപയുടെ നികുതി ഇളവാണ് അനിൽ അംബാനിയുടെ കമ്പനിക്ക് ലഭിച്ചത്. അനിൽ അംബാനിയുടെ പേരിൽ ഫ്രാൻസിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ നികുതി കുടിശ്ശിക സർക്കാർ എഴുതി തള്ളുകയായിരുന്നു. 15 കോടി യൂറോ ആണ് നികുതി ഇനത്തിൽ കമ്പനിക്ക് അടയ്ക്കാനുണ്ടായിരുന്നത്. റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് നികുതി ഇളവ് നൽകിയത് എന്ന് ഒരു ഫ്രഞ്ച് മാധ്യമം റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രാജ്യത്തെ 1ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവസാന കണക്കുകൾ ലഭ്യമായപ്പോൾ 69.43% പോളിംഗ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആകെ പോളിംഗിനേക്കാൾ 3% കൂടുതലാണിത്. ലക്ഷദ്വീപിലാണ് ഏറ്റവും കൂടിയ പോളിംഗ്, 84.96. പശ്ചിമബംഗാളിൽ 83.79%, ത്രിപുരയിൽ 83.26% പോളിംഗ് രേഖപ്പെടുത്തി. ന്യൂസ് 18 നേത ആപ്പ് സർവേ. നേത ആപ്പും ന്യൂസ് 18 സംയുക്തമായി ഒരുക്കുന്ന അഭിപ്രായ വോട്ടെടുപ്പിലെ ഇന്നത്തെ ചോദ്യങ്ങൾ: ശബരിമല BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കുകയാണോ? രാഹുൽ തരംഗം നേരിടാനുള്ള BJPയുടെ അവസാന ആയുധമാണോ ശബരിമല? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേത ആപ്പിലൂടെ രേഖപ്പെടുത്താം.